കഴിക്കേണ്ട സാധനം കഴിക്കേണ്ട രീതി കഴിച്ചില്ലെങ്കിൽ ബ്ലഡ് വരുന്നു ഇപ്പോഴാ മനസ്സിലായി. ആകെ പേടിച്ചില്ലാണ്ടായി. ഈ ഒരു മയത്ത് നമ്മളൊരു സാധനം കഴിക്കാൻ പോവാ. കോട്ടയുടെ മുന്നിൽ കണ്ടിട്ട് പോലും എടുത്തി. മയനോട് ഞമ്മക്കുണ്ട് പേടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇറങ്ങി. ആ മാസിട്ട് ഇറങ്ങിയ ഓർമ്മയുള്ളൂ. അങ്ങാടി പോയി പിന്നെയും പോസ്റ്റ്. ആദ്യം ചെറിയ മഴ ഉള്ളൂ, അപ്പൊ തന്നെ പോയാൽ അങ്ങനെ മഴ കുറച്ച് കുറഞ്ഞപ്പോ നമ്മൾ നേരെ വണ്ടി എടുത്ത് പോയി. നേരെ നമ്മൾ എത്തിയത് കൊണ്ടോട്ടി ഫ്രൈസ് ആൻഡ് കോയിലാണ്. ആദ്യം തന്നെ പറയാം അത് കൊളാബല്ല. ചെറിയ മഴ ഉള്ള പറഞ്ഞിട്ട് കാര്യമില്ല, തലക്ക നഞ്ഞു. കൈയൊക്കെ കഴിക്കാൻ ശേഷം നമ്മൾ നേരെ ടേബിൾ മേൽ പോയി. അപ്പൊ ഒരാൾ കാര്യമായിട്ട് പറയാ ഈ ഒരു കുയ്യപ്പച്ചട്ടിയിലാണ് ബർഗർ ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞോണ്ട് ഞാൻ വീഡിയോന്റെ അവസാനം കാണും. നല്ല ചെറിയ പൈസക്ക് കുറെ സാധനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആംബിയൻസും കിടിലന. സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ. വോട്ട് ചെയ്യാനുള്ള സാധനം എപ്പോഴും കിട്ടിയില്ല ഗൈസ്. ഞാൻ ഇന്ത്യന്റെ പുറത്താവും. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, പ്രത്യേകിച്ച് ആർക്കും ചെയ്തിട്ട് കാര്യമൊന്നും. 60 രൂപന്റെ കീടിലം ബർഗർ വന്നിട്ടുണ്ട്. അത്യാവശ്യം സൈസ് ഉള്ള ബർഗർ തന്നെയാണ് നമുക്ക് കിട്ടി. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ ബർഗറും വന്നു. ഇതാണ് ഏകദേശം ഉള്ളത്തെ ഫില്ലിങ് വരും. വലിയ സാധനമായിട്ട് ആൾക്കാർക്ക് കടിക്കാൻ മടി. ഞാൻ ആദ്യം പറയാറുണ്ട് ചങ്ങായി ഇതാ. ഓരോരുത്തർ തിന്നാണ്ട് ഫുള്ള് ഒലിപ്പിച്ച് എരപ്പ ഞാൻ അടക്കം വായൽ കൊള്ളണില്ല. അത്യാവശ്യം ഫില്ലിംഗ് ഒക്കെ വരുന്ന ബർഗർ ആട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് കൈയ്യേക്കാൻ പോയപ്പോഴാണ് വേറൊരു സത്യം കാണുന്നത്. വായന്റെ എവിടെയോ മുറിയായിട്ട് നല്ല ബ്ലഡ് വരും. ഇതാണ് നമ്മളെ ഷോപ്പ്, കൽപ്പക തിയേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ്. നല്ല അഫോർഡബിൾ റേറ്റ്, നല്ല കുഴപ്പമില്ലാത്ത സാധനം കൊടുക്കുന്നത്. അതിനോട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നാട്ടിലൊക്കെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ ചോർന്നതിന്. ഫോളോ ചെയ്തോളി. ഇപ്പൊ നാളെ